ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഉണക്കമീൻ ഫ്രൈ ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഉണക്കമീൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. അടവിൻ്റെ കുട്ടികളാട്ടോ, ചെറിയ അടവ്. ഇനി വേറെ എന്തൊക്കെ പേര് പറയാൻ കഴിയില്ല, നമ്മളതിന് അടവ് എന്ന് പറയാം. അതിനുവേണ്ടി ഇവിടെ ഒരു 1/4 കിലോ ഉണക്കമീൻ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അത് നന്നാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ തല ഇതിമെന്ന് ഒഴിവാക്കണം കേട്ടോ. തല ഒഴിവാക്കുകയാണ്. അതിനോട് കൂടെ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റേജും കൂടി ഒഴിവാക്കി കളയാം. വാല് ഞാൻ മുറിച്ച് കളഞ്ഞു കേട്ടോ, വാല് അടക്കാണ് പൊരിക്കണത്. അപ്പോൾ നമ്മൾ തിന്നുമ്പോൾ വാലുകൊണ്ട് ഒഴിവാക്കിയാൽ മതി, അതിലിപ്പോൾ വേറൊന്നും വരാനില്ല. സാധാരണ നമ്മൾ ഉണക്കമീൻ പൊരിച്ചപ്പോൾ എല്ലാവർക്കും ഓരോ പറഞ്ഞതിൻ്റെ അവസരമില്ലല്ലോ. പിന്നെ നമ്മൾ മീൻ കഴുകണു, ഒന്ന് ഉപ്പ് കളയാൻ വേണ്ടി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക, എടുത്ത് പൊരിക്കുക, വേറെ ഒന്നും പറയാനില്ലല്ലോ പേര്. ഒന്നും ചേരുവകളൊന്നും കൂട്ടല്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ചെറിയൊരു വെറൈറ്റി ആക്കി ഉണ്ടാക്കിയെന്ന് മാത്രം. കാണാൻ കാഴ്ചക്ക് കാണാനൊരു ഭംഗിയുള്ള കാര്യത്തിൽ കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, അല്പം വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കാണാനൊരു ചൊങ്കിൽ പൊരിച്ചു പറയില്ലേ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉണക്കല്ലി പൊരിച്ച വീഡിയോ ഇട്ട് വെറുതെ വെറുപ്പിച്ച് പറഞ്ഞിട്ടൊന്നും കമൻറ്റ് ഇടല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണ്. നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടോ. എന്തായാലും ചാനൽ ഇങ്ങനെ ജീവല്ലാതെ കിടക്കണ്ട വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഇടുക, അത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം പറഞ്ഞ് നന്നാക്കി 2 കൈ കൊണ്ട് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഒരു ഉപ്പൊക്കെ കളയുക, നന്നാക്കി വൃത്തിയാക്കുക. 3-4 പ്രാവശ്യം കഴുകുക. ഉണക്കമീനല്ലേ, ഈ കടപ്പുറത്തും പല സ്ഥലത്തൊക്കെ ഇട്ടാണല്ലോ ഉണക്കണത്, അത് നമ്മൾ കാണുന്നതല്ലേ. അത് മീൻ ഇവിടെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾക്ക് അറിയും, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിൽ ഉപ്പൊക്കെ അധികം ഉപ്പുള്ളതൊക്കെ പിന്നെ ഈ ന്യൂസ് പേപ്പറിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഇട്ടാണ്. അപ്പോൾ അതിൽ വെള്ളത്തിലിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലും വെളുത്തുള്ളി ഇവിടെ തൊലിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി തൊലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അരിഞ്ഞുകാണ്ട് മീനിൽ കൂട്ടാനാണ്. അപ്പോൾ നേരം കൊണ്ട് തൊലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് ചളിക്കണ്ടി ഒന്നുകൂടി പൊതിർന്ന് പോന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നുകൂടി വെള്ളം വാങ്ങി വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം തൊലി കഴിഞ്ഞാൽ വെളുത്തുള്ളി അതിലേക്ക് അരിഞ്ഞിടുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ഇട്ടിട്ട് മിക്സാക്കുക. ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ, ഉണക്കമീനല്ലേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം കളറും കൂടി ഇടണം കേട്ടോ ഈ കൂട്ടത്തിൽ കൂടി. അപ്പോൾ കാണാൻ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി കിട്ടും. അതുപോലെ അല്പം സുറുക്കി ഒഴിച്ചു, വളരെ ശകലം. അതുപോലെ പച്ചമുളക് കീറിയിട്ടുണ്ട്. ഒരു അടുപ്പത്ത് ചട്ടി വെച്ചു. നമ്മൾ തിരിച്ചാൻ കൊടുക്കുകയാണ്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്തോ ഒഴിക്കട്ടോ, ഞാൻ ഇവിടെ തൽക്കാലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. എന്നിട്ട് ഏകദേശം എണ്ണ ചൂടായതിനു ശേഷം, എണ്ണ ചൂടാകാറിൽ ഭയങ്കര ഫുള്ള് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ആവറേജ് ചൂടായതിനു ശേഷം നമ്മൾ മീൻ ഇട്ടെടുക്കുക. കാരണം മീൻ കടന്ന് വേണമല്ലോ. അല്പം ഒരു മീഡിയം ചൂടിലാണ് കടന്ന് വേവേണ്ടത്. ഇതിപ്പോൾ അൽഫാമ് തന്തൂരി ഉണ്ടാക്കണമായിരുന്നു പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് വീഡിയോ ചെയ്താണ്, അത്ര കരുതിയാൽ മതി. നിങ്ങളെ ഉണ്ടാക്കിയപ്പോൾ അത് ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കി. തീ ഒരിക്കലും ഏറാൻ പാടില്ല കേട്ടോ, ഫുൾ തീയിൽ ഇടരുത്. ഒരു മീഡിയം ചൂടിലിട്ടാൽ മതി. അപ്പോൾ തിരിച്ച് ഒരു ഭാഗം കറക്റ്റ് വീർന്നിട്ടുള്ളൂ, മറ്റേ പെട്ടെന്ന് കരിയും. അതുപോലെ ചട്ടിയിൽ അടി പിടിക്കുകയും ചെയ്യും. ഏകദേശം വെന്ത് തുടങ്ങിയാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ചട്ടകം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് മറിച്ചിട്ട് അതുപോലെ ഒന്ന് വേവിക്കുക. ഇപ്പോൾ ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ടും കഴിഞ്ഞ് മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ചിക്കൻ 65 പോലത്തെ ഉണക്കമീൻ റെഡി ആയിട്ടുണ്ട്. അതിലൊരു അഭിപ്രായം പറയട്ടോ, എങ്ങനെയുണ്ട് സാധനം? കാണുമ്പോൾ ഇതിന് തിന്നാൻ തോന്നുന്നില്ലേ? അതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.